കോണ്ടാക്ട് ചെയ്യുന്നത്. അതെ, ഞാൻ അത് അനുകൂലിച്ച് സംസാരിച്ചു. അപ്പോൾ ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു. ആകാമെന്ന് പറഞ്ഞു. ഇത് വാക്കാലുള്ള കാര്യങ്ങളാണ്, അല്ലാതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 21-ാം തീയതി ഞങ്ങൾ ഇവരുടെ നേതൃയോഗം കൂടുന്നുണ്ട്, ആ യോഗത്തിൽ വെച്ച് ഞങ്ങളൊരു തീരുമാനമെടുക്കാം, എന്നിട്ട് വന്നിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഐക്യത്തിൻ്റെതായ ചർച്ച നടക്കാൻ പോകുന്നേയുള്ളൂ. അന്നേരമാണ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ വരും എന്ന് കണ്ടത്. സംസാരിക്കാൻ വരും എന്ന് പറഞ്ഞു. ഞാൻ ആട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയ കാര്യമാണ്. തുഷാർ വെള്ളാപ്പള്ളി എന്നെ വിളിച്ചു. ഞാനവിടെ 2-3 ദിവസത്തേക്കകം വരാം എന്ന് പറഞ്ഞു. ഒന്നാമത് അത്രയും 3 ദിവസം മറ്റും ഇടേണ്ട കാര്യമില്ലായിരുന്നു അതിനകത്ത്. 2-3 ദിവസത്തേക്കകം വരാം എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ താങ്കൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും, പങ്കെടുക്കാൻ കഴിയും? താങ്കൾ ഒരു പാർട്ടിയുടെ നേതാവല്ല, അതും കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാന ആളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആൾ SNDP NSS ഐക്യവുമായിട്ട് SNDP NSSുമായിട്ടുള്ള ഐക്യത്തെ പറ്റി സംസാരിക്കുന്നതിന് എങ്ങനെ ഒക്കും? അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു. അത് പൊളിറ്റിക്സ് ആകുമെന്ന് പറഞ്ഞു. ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അർഹതയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ 2-3 ദിവസം 3-4 ദിവസം ഇത് കഴിഞ്ഞ് തള്ളിയിട്ടേ പിന്നെ ഇങ്ങോട്ട് ചർച്ച പോലും ചെയ്യാൻ വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ഇടപെടലുകളുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഈ ഐക്യ ശ്രമത്തിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. അതുകൊണ്ട് ആ കെണിയിൽ പെടണ്ട എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ഇതൊന്നും NSSൻ്റെ ഡയറക്ടർ ബോർഡിനെയോ ഒന്നും അറിയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ NSSൻ്റെ ഡയറക്ടർ ബോർഡ് വിളിച്ചു. അത് ഞാൻ നേരത്തെ പറയുന്നു, ഐക്യം പൂർണ്ണമാകണമെങ്കിൽ ഡയറക്ടർ ബോർഡ് വിളിച്ചുകൂട്ടി ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനപ്രകാരമേ ആവൂ എന്നും ഞാൻ അന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞാൻ ഡയറക്ടർ ബോർഡ് ഉടനെ വിളിച്ചുകൂട്ടി ഞാൻ എൻ്റെ അനുഭവവും എൻ്റെ തീരുമാനവും ഒരു പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ച് ഞാൻ ഇതിൽ ബോർഡിൽ വെച്ച് ഞാനിതെല്ലാം കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ബോർഡാണ്, ഞാൻ ഉൾപ്പെടുന്ന ബോർഡാണ് അതിനെ അംഗീകരിച്ചെടുത്തത്. ആരും എതിർത്തിരുന്നില്ല. ഇവിടെ വന്ന ആ ഒരു ബോർഡ് മെമ്പർമാർ എതിർത്തുന്നില്ല. നമുക്ക് ആവശ്യമില്ല. അത് അവിടെ കൊണ്ട് അവസാനിച്ചത് നന്നായി. കാരണം നമുക്ക് എല്ലാ സമുദായവുമായി സൗഹാർദ്ദമായി പോകണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരകലത്തിൽ പോകണം. ആരോടും ഒരു വിധത്തിലുമുള്ള അകൽച്ച പാടില്ല. ഇതൊക്കെയാണ് നമ്മുടെ NSSൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ ഏതായാലും അതിന് വിഘാതമായ ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് NSS ഡയറക്ടർ ബോർഡിനും കൂടെ ബോധ്യമായതിൻ്റെ ഫലമായിട്ട് എല്ലാവരും കൂടി ഏകമനസ്സോടുകൂടി ഒരാൾ പോലും എതിർക്കാതെ പാസ്സാക്കിയ പ്രമേയം ഞാൻ എൻ്റെ പേര് വെച്ച് പരസ്യം ചെയ്തതാണ്. ചർച്ചകൾ നടക്കുകയും അതിനുള്ള പ്രാരംഭ ചർച്ചകളെ സംബന്ധിച്ച് തീരുമാനങ്ങളിലേക്ക് പോവുകയും പിന്നാലെ ഈ പത്മഭൂഷൺ
കോടതി അദ്ദേഹത്തിന്റെ വിധിയും ചെയ്തത്? അല്ലല്ല, അത് അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതായത് മകൻ BJP-ക്കാരൻ, അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി വരുന്നു. 2-3 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞ് 3-4 ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്ന് വരെ ആ വരുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നിടം വരെ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ചർച്ച നടന്നിട്ടില്ല, ഐക്യം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഞാനിത് എൻ്റെ സംഘടനാ നേതൃത്വത്തെ അറിയിച്ചു. വന്നില്ലല്ലോ. ഇല്ല, അതിനുശേഷം വന്നിട്ടില്ല. അല്ല, അദ്ദേഹം ഈ കാര്യത്തിന് അവർ അച്ഛനോ മകനോ വന്നിട്ടില്ല. മകനെ വിടാമെന്നൊടുവിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകനോട് ഞാൻ പറഞ്ഞു വരണ്ട, കാരണം ഇതിനകത്ത് നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ്, രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അല്ലല്ല, ஒவ்வொரு காவலருக்கும் ஒரு குறைந்தபட்ச அதிகாரம் இருக்கு. அந்த அதிகாரத்தை யாருக்காக பயன்படுத்த போறீங்கிறத முக்கியம். என்ன பெரிய இவனடா? உங்களை பார்த்தா ஒரு உயிரை கொன்னுட்டோமேங்கிற பதட்டமோ பயமோ தெரியலையே. சினிமா போலீஸோட நீ? போலீஸ் வேலைங்கிறது முட்டில கட்ட தாலி மாதிரி உனக்கெல்லாம் குதிகால கட்டி இருக்கு. துப்பாக்கியோட போயிருக்கான், கடைக்குல 3 பேரும் ஒரு ஜெயில் தான். என்கொயரியில் 3 பேரும் ஒரே மாதிரி பேசுங்க. உங்க மேல ஏன் நடவடிக்கை எடுக்க கூடாது? அங்க உங்களுக்கு என்ன நடக்க போறதுன்னு பாருங்க. ஏய் தம்பி, நீ பேசாம இருந்தா இங்க யாரும் உன்னை கண்டுக்க மாட்டாங்க. உன்னோட குரல் தான் உனக்கு பலம். സമീപകാലത്ത് ഇടതുപക്ഷ സർക്കാരിനെ പുകഴ്ത്തി നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനിടയ്ക്കാണ് പത്മഭൂഷണം വന്നത്. അപ്പം അവിടെ ഇവിടെ എല്ലാം കൈയുണ്ടെന്നുള്ളതാണോ സംശയം? ഇത് അങ്ങനെ ഒന്നും ഞാൻ പറയാം, അവിടെ എവിടെയും കയ്യൊന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് അദ്ദേഹം ഈ NSSന്റെ തീരുമാനത്തെ സംശയിക്കുന്നത് പോലെ ഞാൻ കൂടുതലായി സംശയിക്കുന്നു ഇവരുടെ ഈ ഐക്യത്തിൻ്റെ പിന്നിൽ ഇടപെടലുണ്ട്, ആരെയോ ഇടപെടലുണ്ട്. ആർക്കാ? അല്ല, രാഷ്ട്രീയക്കാരനെ ഇങ്ങോട്ട് വിട്ടതില്ല. മകനെ അദ്ദേഹത്തിനൊരു ലക്ഷ്യം കാണുമല്ലോ, ആ ലക്ഷ്യമുള്ള ഒരാളിനെയാണ് ഈ ചർച്ചയ്ക്ക് വിടുന്നത്, ഇങ്ങോട്ട് വിടുന്നത്. അതെങ്ങനെ ഒക്കൂ? അപ്പം ഞങ്ങൾ BJP-യുമായിട്ട് ബന്ധമാണ്, അങ്ങനെയാണ്, ബാന്ധവമാണ്. ഞങ്ങൾക്ക് ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് വരുത്താനോ, ഏതെങ്കിലും സമുദായത്തിന് ഞങ്ങൾ എതിരാണെന്നോ, ഏതെങ്കിലും മതത്തിന് ഞങ്ങൾ എതിരാണെന്നോ വരുത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇപ്പോഴും എല്ലാ സമുദായങ്ങളോടൊപ്പം SNDP-യോടും സൗഹാർദ്ദപരമായിട്ട് പോകാനാണ് താല്പര്യം. ഞാനതല്ലേ പറഞ്ഞത്. അതായത് ഒരു BJP എന്നോ ഏതെങ്കിലും പാർട്ടി എന്ന് പറഞ്ഞില്ല, രാഷ്ട്രീയ ഇടപെടൽ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു, ഇപ്പോഴും ഞാൻ സംശയിക്കുന്നു. NSS എപ്പോഴും ക്രിയാത്മകമായ വിമർശനം ഉന്നയിക്കാറുണ്ട്, പ്രശ്നാധിഷ്ഠിതമായ വിമർശനം നടത്താറുണ്ട്. NSS സമദൂര നിലപാട് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് ഈ പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ NSSനെ ജനറൽ സെക്രട്ടറി പരിഗണിക്കാതെ കേന്ദ്ര NSS ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയേനെ കേട്ടോ. അതുകൊണ്ട് അതൊന്നും പറയണ്ട, എനിക്ക് അങ്ങനെയുള്ളൊരാഗ്രഹമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടായിരുന്ന എപ്പോഴേ കിട്ടിയേനെ, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ. ഗവൺമെൻറ്റിന് ഒന്നും വിഷമിക്കാതെ തന്നെ അവർ അത് നടത്തിയെടുത്തത്. പക്ഷെ ഞങ്ങളതിനൊന്നും വീഴുന്ന ആളുകളല്ല എന്നുള്ളത് കൊണ്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.